നമ്മുടെ റെഗുലർ ഐറ്റം പുതിയ ഡിസൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്യോർ കോട്ടൺ ദുപ്പട്ട ആൻഡ് ബോട്ടം നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്ന ഐറ്റം ബ്യൂട്ടിഫുൾ ആണ്. റെഗുലർ യൂസിന് അടിപൊളി ഐറ്റം. 1100 ആണ് റേറ്റ് വരുന്നത്. നെക്സ്റ്റ് കളർ യെല്ലോ, ബ്ലാക്കിൽ നല്ല പ്രിൻ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു പ്രിൻറ്റ്, ഇത്രയും പ്രിൻറ്റുകളാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്തേക്കുന്നത്. സൂപ്പർ ഐറ്റമാണ്. മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക. സൈറ്റ് ഐ ഡി glitzindia.in ഓപ്പൺ ചെയ്ത് കാണാം. ഈ ഒരു സെറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല പ്യോർ കോട്ടണിൽ നമ്മൾ തന്നെ കട്ട് ചെയ്യിപ്പിച്ച് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഐറ്റം ആയതുകൊണ്ട് 2-2.5 മീറ്റർ വെച്ച് വെച്ചിട്ടുണ്ട്. അതായത് ടോപ്പും ബോട്ടവും. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഡബിൾ ടോപ്പ് ചെയ്യാം. അതൊരു സെമി പലാസോ പോലെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു ഫ്രോക്ക് പോലെ വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. എന്ത് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ്സിൽ അതായത് നിങ്ങൾക്ക് ബോർഡേഴ്സ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പാറ്റേൺ ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ഇങ്ങനെയാണ് ടോപ്പ് വരിക. അതുപോലെ ഈ ഒരു ഫാബ്രിക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പും ബോട്ടം ഏകദേശം നമ്മൾ പ്രിൻറ്റ് മാച്ചിങ് ആയിട്ടാണ് കട്ട് ചെയ്യിപ്പിച്ചേക്കുന്നത്. ദുപ്പട്ടയുണ്ട്. അപ്പോൾ ഇപ്പോൾ 48 or 50 ഒക്കെ ഉള്ളവർക്ക് മിക്കവാറും തുണി തികയില്ല എന്നൊക്കെ പറയില്ലേ, 2.5 ഒന്നും ചിലപ്പോൾ തികയില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതും കൂടി മിക്സ് ചെയ്തിട്ട് ബോട്ടം പീസും കൂടി മിക്സ് ചെയ്ത് നല്ല സ്ലീവ്സ് ഒക്കെ ഫുൾ സ്ലീവ് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. അതല്ല നല്ല സ്ലീവ്സ് എടുത്ത് അങ്ങനെ നല്ല രീതിയിൽ ലെങ്ത്തിലും വെഡ്ത്തിലൊക്കെ തയ്ച്ചെടുക്കാനും ഇത് വെച്ചിട്ട് ഈ ഒരു സെറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളിത് ആക്ച്വലി ഇത് ചെയ്തേക്കുന്നത്. കാരണം ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ തികയില്ല. 2.5 നോർമലി തരുന്ന സെറ്റുകൾ തികയാറില്ലല്ലോ. ഇത് കുറച്ച് കൂടുതൽ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതിന് ബോട്ടം ഇതാണ് വന്നേക്കുന്നത്. വേണമെങ്കിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് സ്ലീവ്സിലേക്ക് വെച്ചോ എന്തെങ്കിലും പാനൽസ് ക്രിയേറ്റ് ചെയ്തൊക്കെ ഒരു ഡ്രസ്സ് പോലെ വേണമെങ്കിൽ ഈ ടോപ്പ് വെച്ചിട്ട് തയ്ക്കാം. അതല്ലെങ്കിൽ നോർമൽ ടോപ്പ് ചെയ്യുക. എന്നിട്ട് ഒരു ലെഗിൻസ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ട്രൈറ്റ് പാൻ്റ് ആണെങ്കിൽ ഇതിൽ ഈ വയലറ്റ് ഷെയ്ഡ് സ്ട്രെയിറ്റ് പാൻറ്റ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഇത് വെച്ച് ചെയ്യാൻ പറ്റും. അതിന് ദുപ്പട്ടയൊക്കെ നല്ല ലെങ്ത്ത് പറ്റും. ഇപ്പോൾ തലയിലൊക്കെ ഇടുന്നവർക്കാണെങ്കിലും ചുറ്റിയിടാനും അതുപോലെ എല്ലാ ഏജുകാർക്ക് യൂസ് ചെയ്യാം. അമ്മമാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം ഭയങ്കര കംഫർട്ടബിളാണ്. സിമ്പിളായിട്ട് തയ്ച്ചിട്ടാൽ മതി. വേണമെങ്കിൽ ലൈനിങ് ഇല്ലാതെയും തയ്ക്കാം. വേണമെങ്കിൽ വെച്ച് തയ്ച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. 1100 ആണ് റേറ്റ്. ഇപ്പോൾ ഫസ്റ്റ് പാറ്റേൺ ഇത്. ഇതിൻ്റെ നമുക്ക് എപ്പോഴും റെഗുലർ ഷോപ്പിലും കളക്ഷൻസ് ഉണ്ടാവും. നമ്മൾ ചെയ്യിപ്പിക്കുന്ന ഐറ്റം ആയതുകൊണ്ട് ഇത് ഒരുപാട് പ്രിൻറ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇത്തവണ കുറച്ച് വലിയ പ്രിൻറ്റ് ഞാൻ കൊണ്ടുവന്നത്. കാരണം ഇപ്പോൾ ഇത് ട്രെൻഡിങ് ആണ്. ഇതൊക്കെ ഇതിനകത്ത് ഒരു കോട്ട ടൈപ്പ് ദുപ്പട്ടയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഭയങ്കര കംഫർട്ടബിളാണ്. ഇത് നമുക്ക് റെഗുലർ ഇതിന് കസ്റ്റമേഴ്സ് ആക്ച്വലി ഉണ്ട്. ഷോപ്പിലേക്കൊക്കെ ഒരുപാട് ഇഷ്ടം എല്ലാവർക്കും ഈ ഫാബ്രിക്. നല്ല കംഫർട്ടബിളാണ്. പ്രത്യേകിച്ച് ഈ ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത് ഒരു 5-6 ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ തയ്ച്ച് വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഇടാനും എപ്പോഴും ചില ഡ്രസ്സുകൾ നമുക്ക് എപ്പോഴും ഇടാൻ തോന്നില്ല. അതുപോലത്തെ കളേഴ്സും ആണിത്. നല്ല ഫാബ്രിക് കേട്ടോ. നന്നായിട്ട് ലാസ്റ്റും ചെയ്യും. ക്യാരി ചെയ്ത് യൂസ് ചെയ്യുക. വെയിലത്തിടായിരുന്നാൽ മതി. തിരിച്ചിട്ട് ഉണക്കുക, പെട്ടെന്ന് വാഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ലാസ്റ്റിങ് ചെയ്യും. എല്ലാ പ്രിൻറ്റുകളും ഹാൻഡ് പിക്ഡ് ആണ്. നല്ല ഭംഗി. ഇതൊക്കെ ഉണ്ടോ കുറച്ച് ടോപ്പ് വെച്ചാലൊക്കെ നല്ല രസമായിരിക്കും. നേവി ബ്ലൂ പ്ലെയിൻ ബോട്ടംസ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടും. അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ വേഗം സൈറ്റ് ബുക്ക് ചെയ്യുക. അതല്ല ഇതിൻ്റെ കളക്ഷൻ നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡയറക്റ്റ് സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യുക. പല പല പ്രിൻറ്റുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇതിൽ വേണമെന്നാണെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.